ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിങ് നിങ്ങളുടെ സ്ട്രെങ്ത്സ് എന്താണ്, വീക്ക്നെസ് എന്താണ്. അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ എന്താണെന്നല്ലേ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ആണെങ്കിൽ നമുക്കത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ ഇവിടെ 3 പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3. ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം ചൂസ് ചെയ്യുക. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് ലീവ് ചെയ്തേക്കുക. ഓക്കെ. നമുക്ക് ഫസ്റ്റ് പൈൽ റീഡിങ്ങിലേക്ക് പോകാം. പൈൽ നമ്പർ 1. അപ്പോൾ ആദ്യം നിങ്ങളുടെ ബേസിക് നേച്ചർ എന്താണ്, നിങ്ങളെന്ന വ്യക്തി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് എന്താണെന്നുള്ളതിലേക്ക് പോകാം. ഓക്കെ. ഫയൽ നമ്പർ 1. കാർഡ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാം കേട്ടോ. Judgment again. 3 of Pentacles. ദെൻ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന, മെയിൻലി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ്? ഒരു കാർഡ് മതി. അത് നമ്മളുടെ മാസ്റ്റർ കാർഡാണ്, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ. ഇതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. മിനിമലിസ്റ്റിക് എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനൊന്നും താല്പര്യമില്ല. അതായത് ക്വാണ്ടിറ്റിയേക്കാളുപരി ക്വാളിറ്റി വേണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണ്. ഏരീസ് സൈൻ ഇവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. എംപറർ കാർഡുണ്ട്, ഡെവിൾ കാർഡുണ്ട്. ഓക്കെ. ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിക്കാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരെപ്പോൾ ഓവർ തിങ്കിങ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്.
അതുപോലെ ലൈഫിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു സമാധാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, അവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അകറ്റി നിർത്താൻ താല്പര്യമുള്ളവരാണ്. എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും, ലൈഫ് ലോങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും, വിദ്യാഭ്യാസത്തിന് വലിയ വാല്യൂ കൊടുക്കുന്നവരുമാണ്. ഒരു ചിൽ കൂൾ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, ഇവിടെ 3 ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് കപ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോലി സംബന്ധമായിട്ടോ മറ്റോ ഒരു ചാലഞ്ച് കാണുന്നുണ്ട്. അതായത് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാൻ, ഇത് ട്രാവലിംഗ് കാർഡാണ്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള ഒരു ഉദ്ദേശിച്ചിട്ട് അത് നടക്കാതെ വരികയോ അല്ലെങ്കിൽ തടസ്സങ്ങൾ വരികയോ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇത് മാറാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ പോവാണ്. ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. കാരണം ഡെത്ത് കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു സൈക്കിൾ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സൈക്കിൾ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തടസ്സങ്ങൾക്ക്, ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റീസ്, മെയിൻലി ജോലി സംബന്ധമായിട്ടുള്ള ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ്, എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറാൻ പോവുകയാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തടസ്സം ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനോട് കൂടി തന്നെ, ജഡ്ജ്മെൻറ്റ് കാർഡ് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഡിവൈൻ ഇൻ്റർവെൻഷൻ, യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകും. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. ഓക്കെ, അതുപോലെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. അതെവിടെയാണെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ ട്രൈബിൽ പെട്ട ഒരുപാട് ആൾക്കാർ നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സോൾമേറ്റിൻ്റെ കാർഡാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയുള്ള, അതായത് നിങ്ങൾ ഈ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണോ, വിദേശത്താണെങ്കിൽ അവിടെ നിങ്ങളുടെ ഈ ഒരു സോൾ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സോൾസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് പാസ്റ്റ് ലൈഫ് നിന്നുള്ള നിങ്ങളുടെ സോൾസാണ്. അപ്പോൾ അവർ ദൂരെയാണ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, അപ്പം നിങ്ങളുടെ വിഷസും ഡിസയേഴ്സും ഒക്കെ അവിടെ ഫുൾഫിൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഡെവിൾ കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസയേഴ്സും എല്ലാം അവിടെ ഫുൾഫിൽഡ് ആവും ആ സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഈ പോകുന്ന സ്ഥലത്ത് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ഈ കണ്ടുമുട്ടുന്ന, മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നതേ നിങ്ങളെപ്പോലെ തന്നെ സെയിം ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. കാരണം വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിലും നിങ്ങൾ ഈ മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളുടെ സെയിം ഇൻട്രസ്റ്റുകൾ, ഇപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റുകളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന സ്ഥലത്തുള്ള നിങ്ങളുടെ സോൾ ട്രൈബിൽ പെട്ട ആൾക്കാരെന്ന് പറയുന്നത്, നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നതും നിങ്ങളുടെ സെയിം ഈ ഒരു പാഷനെ ഫോളോ ചെയ്യുന്ന, അപ്പോൾ നിങ്ങൾക്കത് വർക്കിന് വളരെ ഹെൽപ്ഫുള്ളാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഫ്ലെക്സിബിളാണ്. ഈ ഒരു കാർഡ്, ഡെവിൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാർഡാണ്. ഫ്ലെക്സിബിലിറ്റി, അതായത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരെയും മീറ്റ് ചെയ്യാനും ഇടപെടാനും ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ കാര്യങ്ങൾ കൺവേ ചെയ്യാനുമുള്ള മിടുക്കുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ അറിയാം.
പ്രൊഫഷണലിസം, അതാണ് ആ ടേം, അതാണ് പ്രൊഫഷണലിസം. ശരിക്കും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും. വീക്ക് പോയിൻ്റ് പറയുകയാണെങ്കിൽ അധികം ചിന്തിക്കാതെ സംസാരിക്കുക. യെസ്. അപ്പം നിങ്ങളെപ്പറ്റി ആൾക്കാർക്കുള്ള ഒരു ഇമ്പ്രഷനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെപ്പറ്റി നിങ്ങളെ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡൈനാമിക് ആയ ഒരു നേച്ചർ. അപ്പോൾ ചില സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഏകപക്ഷീയമായി പോകുന്നു എന്നതാണ് ഇവിടെ ഒരു പറയേണ്ട വീക്ക് പോയിന്റ്. കാരണം എംപറർ കാർഡും ജഡ്ജ്മെൻറ്റും ഉണ്ടായതുകൊണ്ട് തന്നെ ചില സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ച് ഫേവറിസം കാണിക്കുന്നു എന്നൊരു ആക്ഷേപം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് റെക്ടിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ശ്രമിച്ചാൽ ഇത് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്താണ്, ടാലൻറ്റ് എന്താണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്? സ്കോർപ്പിയോ, ഇൻവെസ്റ്റിഗേറ്റ്. വൗ, ഓക്കെ. അപ്പോൾ മെയിൻലി നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, അതായത് കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതുപോലെ സ്കോർപ്പിയോ എന്ന് പറയുന്നത് കുറച്ച് മാലിഫിക് ആയൊരു സൈനാണ്. അതായത് ലൈഫിലുണ്ടാവുന്ന അപ്സ് ആൻഡ് ഡൗൺസിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സൈനാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അപ്സ് ആൻഡ് ഡൗൺസിനെ ഡീൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാരണം നമ്മളിവിടെ ടാലൻ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത കാർഡാണത്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പം ഇതാണ് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫയലിലേക്ക് പോവാം, സമയം കളയണ്ട. കാർഡ്സ് ഒന്ന് മാറ്റിക്കോട്ടെ. സെക്കൻഡ് ഫയലിലേക്ക് പോകാം. ഈ ഒരു പെൻ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ബേസിക് നേച്ചർ എന്താണെന്നുള്ളത് വെച്ചിട്ട് നിങ്ങളുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ നമുക്കൊരു യൂണിവേഴ്സൽ കാർഡ് എടുക്കണം. നിങ്ങളുടെ ടാലൻറ്റ് എന്താണ്, യൂണിവേഴ്സ് തന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു ആസ്ട്രോ ഡെക്കിൽ നിന്നൊരു കാർഡ് കൂടെ എടുക്കും. ഓക്കെ, കാർഡെല്ലാം വെച്ചിട്ട് റെഡി ആട്ടോ. File number 2.
നമുക്കൊരു മാസ്റ്റർ കാർഡ് കൂടെ വേണം. ഓക്കെ, പൈൽ നമ്പർ 2. ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് വളരെ എന്താ പറയുക, സ്പിരിച്വലായിട്ടുള്ളൊരു റീഡിംഗ് ആണ് പൈൽ നമ്പർ 2. അപ്പം നിങ്ങൾക്ക് അക്കൾട്ട്, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, മാജിക് ഓക്കെ, ഡെത്ത് കാർഡും മജീഷ്യനും ഉണ്ടായതുകൊണ്ട് തന്നെ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, വളരെ യുണീക്കായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തതിൽ ടാരോ റീഡേഴ്സ്, ആസ്ട്രോളജേഴ്സ്, ഡീപ്പ് തിങ്കേഴ്സ് അങ്ങനെയൊക്കെയുള്ളവരുണ്ടാവാം. ഓക്കെ, ഇത് അവരുടെ പൈലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്ററീസ്, ഈ ലോകത്തിൻ്റെ മിസ്റ്ററീസ് എന്തൊക്കെയാണ്, മിസ്റ്റിക്കൽ നോളജ് എന്താണ് എന്നൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ്. വളരെ എംപത്തിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഹീലിങ്ങിൻ്റെ കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ, സ്റ്റാർ കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. വളരെ എംപത്തിയുള്ള. ഓക്കെ, അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഇടയ്ക്ക് ഇരിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത, ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതമുള്ള ആൾക്കാർ. ഓക്കെ, നിങ്ങളുടെ ചില കാര്യങ്ങൾ, ബിഹേവിയറും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് എന്തോ സ്കെയറി ആയിട്ടുള്ള, അതായത് കുറച്ച് പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ നിങ്ങളിലുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ക്വയറ്റായിട്ടിരിക്കാൻ, സൈലൻ്റായിട്ടിരിക്കാനാണ് ഇഷ്ടം. അതായത് നിങ്ങളിൽ മറ്റൊരാൾ, നിങ്ങൾ ഓപ്പോസിറ്റ് ഒരാൾ സംസാരിക്കാൻ വരികയാണെങ്കിൽ അവർ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു സ്പാർക്ക്, ഒരു ഫ്ലെയിം ഉണ്ടാക്കി തരുന്നത് വരെ മിണ്ടാതിരിക്കാൻ ഇഷ്ടമുള്ളവർ. ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതായത് സംസാരിക്കാൻ ഒരു പർപ്പസ് വേണം. ഒരുപാട് അങ്ങനെ ഫൺ, അങ്ങനെ തമാശ പറയുക, അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ളവരാണ്. മിസ്റ്ററീസ്, നിഗൂഢതകളെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള, അതിൻ്റെ മീനിങ് എന്താണ് അങ്ങനെയൊക്കെ ഉണ്ടോ, അതായത് ഇൻ ഡീറ്റെയിൽഡായിട്ട് അറിയാനുള്ള കാര്യങ്ങളെല്ലാം ചുഴിഞ്ഞ് അറിയണം എന്നുള്ള താല്പര്യമുള്ളവരാണ്. അതിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ്സ് വല്ലതും കാണാമെന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾ ആ ഫോട്ടോയുടെ മെയിൻ കണ്ടൻറ്റ് നോക്കാണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്താ ഉണ്ടായത്, ട്രീസ് ഉണ്ടോ, ഫ്ലവേഴ്സ് ഉണ്ടോ, ആ ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും സംസാരിക്കാൻ ഒരു മെൻ്റൽ സ്റ്റിമുലേഷൻ വേണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് തോന്നും, ഓ ഹീസ് എ ജീനിയസ് എന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റലിജൻസിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമായി മാറാം. ഓക്കെ, കാരണം നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ബൗണ്ടറീസ് ക്രോസ് ചെയ്യാനും മടിക്കില്ല. അതായത് ഇപ്പോൾ യൂണിവേഴ്സിൽ തന്നെ ഒരുപാട് മിസ്റ്ററീസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ
ഇതുപോലെ മറ്റ് പ്രപഞ്ചങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെയൊക്കെ ഏലിയൻസ് ഉണ്ടോ, അന്യഗ്രഹ ജീവികളുണ്ടോ, അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, അവരൊക്കെ പറക്കും തളികയിലാണോ വരുന്നത്? അപ്പോൾ ഇതൊക്കെ അറിയാനുള്ള നിങ്ങളുടെ ആഴത്തിൽ കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ്. അതുതന്നെയാണ് നിങ്ങളെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യൂരിയോസിറ്റിയാണ് നിങ്ങൾക്കുള്ള മെൻ്റൽ സ്റ്റിമുലേഷൻ. അത് കിട്ടുമ്പോൾ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആവും, എനർജൈസ്ഡ് ആവും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തേർഡ് ഐ അവേക്കനിങ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കാം. വളരെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ്. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നവരാണ്. ഡെത്ത് കാർഡ് ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അത് വളരെ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കാൻ ഇഷ്ടമുള്ളവരാണ്. എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ എക്സ്പോസ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കണം എന്താണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ റീസൺ. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത ലവ് റിലേഷൻഷിപ്സ്, റൊമാൻസ്, സെക്ഷുവൽ എൻകൗണ്ടേഴ്സ്, ഇതൊക്കെയാണ് എന്നെ ട്രാൻസ്ഫോം ചെയ്യിച്ചത് എന്ന് നിങ്ങൾ പറയുമായിരിക്കും. കാരണം അത് ഓൾറെഡി നിങ്ങൾ അവെയറാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൾറെഡി അറിയാൻ പറ്റും. അപ്പോൾ ഓൾറെഡി അവെയർ ആയിട്ടും നിങ്ങൾക്ക് മെൻ്റലി ഇറ്റ് ഈസ് കില്ലിങ് മീ എന്ന് നിങ്ങൾക്ക് അറിയാം. എങ്കിലും നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവും. എന്തിനാ? ടോക്സിക് ആയിട്ടുള്ള റൊമാൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് മോഡിലേക്ക് പോയിട്ട് ആ പെയിൻ എന്താണെന്നറിഞ്ഞ് ദെൻ അതിൽ നിന്ന് ഫുള്ളി റിക്കവറായി മറ്റൊരാളായി മാറി ഫുള്ളി ട്രാൻസ്ഫോംഡായി മാറുന്ന ഒരു രീതിയാണ്. അതായത് ഒരു ബട്ടർഫ്ലൈ പോലെ. അപ്പോൾ നിങ്ങൾ ഈ മാറി വന്ന ഈ വ്യക്തിക്ക് ആ പഴയ ഓൾഡ് സെൽഫുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. നിങ്ങളുടെ അപ്പിയറൻസ് മാറും, നിങ്ങളുടെ ചിന്തകൾ മാറും, ആറ്റിറ്റ്യൂഡ് മാറും, എല്ലാം മാറും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് പലതും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം വരുമായിരിക്കും. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ വീക്ക് പോയിൻ്റായിട്ട് കരുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ സ്ട്രെങ്ത് ആയിരുന്നു നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറയും ഈ സ്നേക്സില്ലേ, പാമ്പുകൾക്കാണ് ഏറ്റവും നല്ല സ്കിന്നുള്ളതെന്ന് പറയും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അവരത് ഷെഡ് ചെയ്ത് കളയും. ദെൻ പുതിയത് വരും. അപ്പോൾ ആ പുതിയത് വരുന്ന വെച്ചാൽ പഴയതിനേക്കാൾ ഭംഗി കൂടുവാണ്. അപ്പോൾ ഡോൺ വറി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് സെൻസസ് വളരെ ആക്റ്റീവാണ്. പക്ഷേ വീക്ക് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും നിങ്ങൾ അത് തന്നെ വേണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. ഓക്കെ. വളരെ സൂക്ഷിക്കണം, പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടാലൻറ്റ് എന്താണ്, ഗിഫ്റ്റ്, യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിയപ്പോൾ വന്നത് ജൂപ്പിറ്റർ കാർഡാണ്, അബൻഡൻസ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ല അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള എല്ലാ വിസ്ഡവും എല്ലാ അറിവും നിങ്ങൾക്കുണ്ട്. അങ്ങനെ അബണ്ടൻ്റായി മാറാനുള്ള എല്ലാ ടാലൻറ്റുകളും നിങ്ങളിൽ യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നു, എന്തെങ്കിലും എനിക്ക് കുറവുകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഫ്യൂച്ചറിൽ അങ്ങനെ ആയിരിക്കില്ല. വളരെ പോസിറ്റീവായ വളരെ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നവരാണ് പൈൽ നമ്പർ 2. കാരണം ജൂപ്പിറ്റർ കാർഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിലേക്ക് പോവാം.
ഓക്കെ, ഫയൽ നമ്പർ 3. അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ബേസിക് പേഴ്സണാലിറ്റി എന്താണ്, ദെൻ ആ നേച്ചറെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത് അസസ് ചെയ്യും. ദെൻ ഒരു ആസ്ട്രോഡെക്കിൽ നിന്ന് നമ്മളൊരു കാർഡ് കൂടെ എടുക്കും. നിങ്ങളുടെ ഗിഫ്റ്റ് എന്താണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് മെയിൻലി തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നുള്ളത് അറിയാം. ഓക്കെ, കാർഡ്സ് എല്ലാം വെച്ചിട്ട് റീഡ് ചെയ്യും. മാസ്റ്റർ കാർഡ് എന്താ നോക്കാം. Okay. Okay, pile number 3. നിങ്ങളൊരു ഫാമിലി പേഴ്സണാണ്. കുടുംബത്തിനോട് ഭയങ്കര സ്നേഹമുള്ള, അവരുടെ നീഡ്സിന്, അവരുടെ ആവശ്യങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റീസ്, ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. കാര്യങ്ങളെല്ലാം എന്താ പറയുക, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്കറിയാം. അതായത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനറിയാം. അതാണ്. ഓക്കെ, പ്രോബ്ലം സോൾവറാണ്. അതുപോലെ കാര്യങ്ങളെല്ലാം വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നവരാണ്. എല്ലാം എന്താ പറയുക, ഒരു ധൃതി കൂട്ടുക, തിടുക്കം കാണിക്കുക, ഇതിനോടൊന്നും താല്പര്യമില്ല. എല്ലാം നിങ്ങളുടെ ടൈം എടുത്ത് സ്ലോലി മാത്രമേ, നിങ്ങളുടെ ഒരു പേസ് ഉണ്ട്, നിങ്ങളുടെ ഒരു കംഫർട്ട് ഉണ്ട്, അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവർ. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്റ്റഡി സ്പീഡിൽ ഇങ്ങനെ പോകാൻ താല്പര്യമുള്ള, ഒരു 40-ലാണ് പോകുമെങ്കിൽ 40-ൽ ഇങ്ങനെ, 60-ലാണ് 60-ൽ ഇങ്ങനെ പോകുന്നവർ. ഒരു ഓൾഡ് സോൾ ടൈപ്പാണ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിനൊരു 40 ഇയേഴ്സ് പ്രായമുള്ള പോലെ. ഓക്കെ, ഒരുപാട് റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ബുക്സ് ഒരുപാട് വായിക്കുന്നവർ, മെയിൻലി നമ്മളീ പറയില്ല സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബുക്സ്, കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ടീച്ചിങ് പ്രൊഫഷനൊക്കെ ഇഷ്ടമുള്ളവർ, എങ്കിലും ലൈഫിലൊരു സ്റ്റെബിലിറ്റി മിസ് ചെയ്യുന്നു എന്ന് ഇങ്ങനെ ഒരു ആദി ഉണ്ടെന്ന് പറയില്ല, ടെൻഷനുള്ളവർ. നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിൽ കൂടുതലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടോയെന്ന് ഒരു സംശയമുള്ള പോലെ.
അപ്പം നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. എപ്പോൾ സംസാരിക്കണം, ഓക്കെ, ഏതൊക്കെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യണം, ഏതിന് മറുപടി കൊടുക്കണം എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഇതിനകത്ത് ചൈൽഡ്ഹുഡ് ട്രോമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഹ്യൂമാനിറ്റിയിൽ അതായത് മനുഷ്യത്വപരമായ കാര്യങ്ങളിലും കൈൻഡ്നെസ്സിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. കൈൻഡായിട്ടിരിക്കുക ആൾക്കാരോട് ബിഹേവ് ചെയ്യുമ്പോൾ, ആ ഒരു പോളിസിയിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ അഡ്വൈസിന് വരും, ഓക്കെ. കാരണം ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം വരുമ്പോൾ അതിന് ഭയങ്കര ഒരു ഡിസിഷൻസ് എടുക്കാൻ ഭയങ്കര എന്താ പറയുക, ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുടെ വീക്ക്നെസ്സാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. ഡു മെഡിറ്റേറ്റ്. മെഡിറ്റേഷൻ ഇവിടെ അത്യാവശ്യമാണ് ഫയൽ നമ്പർ 3ക്ക്. അപ്പോൾ അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുകയും അതുപോലെ മനസ്സിനെ വളരെ പീസ്ഫുള്ളാക്കി വെക്കാനൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടും കാണുന്നുണ്ട്. കുറച്ചുകൂടി കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ കാഴ്ചയിൽ നിങ്ങൾ വളരെ കിങ് ഓഫ് വോൺസ് ഉണ്ടായതുകൊണ്ട് തന്നെ കാഴ്ചയിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇത് ആരിൽ നിന്നും ഒരു അപ്രീസിയേഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അല്ലെങ്കിൽ വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന എപ്പോഴാണ്, നമുക്ക് കോൺഫിഡൻസ് ലെവൽ കുറയുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ സംസാരിക്കുവാണെങ്കിൽ എൻ്റെ ഡ്രസ്സൊക്കെ ഓക്കെ ആണോ, എൻ്റെ ചിരി ഓക്കെ ആണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വളരെ ബോധേഡായിട്ട് കാണുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും ഡൗട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് നിങ്ങളെ കാണാനൊക്കെ. അപ്പോൾ ഏത് സ്കിൻ കളറാണെങ്കിലും. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആദ്യം പറഞ്ഞ പോലെ ഒരു ഓൾഡ് സോൾ കൈൻഡ് ഓഫ് പഴമയെ ഇഷ്ടപ്പെടുന്നു. പഴയ സ്കൂൾ റൊമാൻസൊക്കെ എങ്ങനെയാണ്, ആ ഒരു കൈൻഡ് ഓഫ്. അപ്പോൾ ആ ഒരു ഇന്നസെൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിഷ്കളങ്കത. അത് സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ആ ക്വാളിറ്റി എടുത്ത് ദുരുപയോഗം ചെയ്യാം. ചിലപ്പോൾ ചീറ്റിങ് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവാം, ഓക്കെ. 5 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചീറ്റിങ് ഫേസ് ചെയ്തിട്ടുണ്ടാവാം എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളോട് ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതേ, ആ ഒരു വൈബ്, ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഒരാളിലേക്ക് കൊടുക്കുന്നത് അല്ലേ. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ഫ്രണ്ട്സായിട്ടിരിക്കുന്ന ഒരുപാട് പേര് പൈസ വാങ്ങി കടം വാങ്ങിയിട്ട് പോയി, പക്ഷെ തിരിച്ചു തരുന്നില്ല, അവരോടത് ചോദിക്കാനും എനിക്ക് പറ്റുന്നില്ല. അപ്പം നമ്മൾ പണത്തിനെ മാനിക്കുന്നവരാണെങ്കിലേ, അത് വെറുതെ കളയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ട്രിക്റ്റായിട്ട് സ്റ്റേൺ ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉള്ളവരാണെങ്കിൽ, ആ പൈസ വാങ്ങിക്കുന്ന ആൾക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇമ്പ്രഷനാണ്, ഓക്കെ അയാൾ പൈസ തിരിച്ചു കൊടുത്തില്ലേ പ്രശ്നമാകും, അപ്പോൾ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കും അല്ലേ. അപ്പം നമ്മളുടെ മൈൻഡ് ഷേക്കി ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താ പറ്റുന്നതെന്നറിയോ, നേരെ ഓപ്പോസിങ് എനർജി നമ്മളെ അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ സാധാരണ പെൺകുട്ടികളാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ കുറച്ചൊരു അയ്യോ പാവമായിട്ടുള്ള പെൺപിള്ളേരാണെങ്കിൽ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടും ഷോ ഓഫ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാവും ഫുൾ കൺട്രോൾ. പിന്നെ ഭീഷണിയാണ്, അതായത് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ല എന്നെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അവർ അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോയിട്ട് ആകെ വേഴ്സ് ആവുന്ന സിറ്റുവേഷനിൽ ബ്രേക്കപ്പിലേക്ക് പോകും. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവിടെ മൈൻഡ് കൺട്രോൾ വളരെ ആവശ്യമാണ്. അപ്പം നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കുമ്പോൾ, നമ്മുടെ മൈൻഡ് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്റ്റേബിളായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനും പറ്റും, ഓക്കെ. ഒരുപാട് വിഷയങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് വിഷയങ്ങൾ കാണുന്നു. പണത്തിൻ്റെ പ്രശ്നങ്ങൾ, പൊസസീവ്നെസ്, ജലസി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഷേക്കി ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ്. അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയെ അയാളുടെ പ്ലസ്സും മൈനസും എല്ലാമായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്.
അതായത് സ്നേഹം കൊണ്ട് നമുക്ക് എന്തിനേയും ജയിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു വീക്ക് പോയിൻ്റ് പറയുകയാണെങ്കിൽ ആൾക്കാരെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന സ്വഭാവം, അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന, ഡിവൈൻ തന്നിരിക്കുന്ന ഒരു ടാലൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ മോഷൻ, ആക്ഷൻ എടുക്കാനുള്ള കഴിവ്, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവാണിത്. ഓക്കെ, അതായത് ഏരീസ് സൈൻ ഇവിടെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നു. ഏരീസിനെ റൂൾ ചെയ്യുന്നത് മാർസാണ്. ഏരീസാണ് ഫസ്റ്റ് സോഡിയാക്ക് എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് സൈൻ ആയതുകൊണ്ട് തന്നെയാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ എപ്പോഴും അവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു തുടക്കം, ഒരു കാര്യത്തിലേക്ക് എടുത്തുചാട്ടവും അതിനകത്ത് കൂടെ ഉള്ളതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാര്യം ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത്, ഒരു തുടക്കം ഉണ്ടാക്കിയാലല്ലേ അതിനൊരു എന്താ പറയുക, ഒരു കാര്യം അവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ദൈവം. ഓക്കെ, അപ്പോൾ അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ എനർജി, നിങ്ങളുടെ എനർജി കൃത്യമായ ഡയറക്ഷനിൽ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി നന്നായിട്ട് സൂക്ഷിക്കുക. നിങ്ങളുടെ അപ്പിയറൻസ് ശ്രദ്ധിക്കുക, ഹെൽത്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നല്ല ബോഡി ഉള്ളവരായിരിക്കാം, ജിമ്മിലൊക്കെ പോകുന്നവരായിരിക്കാം, വളരെ വർക്കൗട്ടൊക്കെ ചെയ്ത് എക്സസൈസും ഹെൽത്തും ഒക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നവരായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. ഓക്കെ, അതുപോലെ കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കാനും മുന്നോട്ട് പോകാനുമുള്ള കഴിവ്. അപ്പോൾ അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെയിനായിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റീഡിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.